വെറും 6 ഗ്രാം കഞ്ചാവ് പിടിച്ചതിൽ എന്താണ് തെറ്റ്? വേടനെ ഇങ്ങനെ വേട്ടയാടേണ്ട കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അയാളെ അനുകൂലിച്ച് രംഗത്തിറങ്ങിയ ചിലരുടെ പോസ്റ്റുകൾ ആർക്കു വേണ്ടിയാണ്? അയാളുടെ കേസിനെ ജാതിവാദത്തിൻ്റെ പേരിൽ ലഘൂകരിക്കാൻ കഴിയുമോ? വേടൻ ഉപയോഗിച്ചത് കഞ്ചാവാണ്. ഒരു തലമുറയെ നശിപ്പിക്കുന്ന ലഹരിയാണത്. വേടൻ്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയതിൻ്റെ നടുക്കം ആരാധകരിലുണ്ട്. ലഹരി ഉപയോഗിച്ച് അമ്മയെയും സഹോദരങ്ങളെയും കൊല്ലുന്ന ചെറുപ്പക്കാരെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കഞ്ചാവ് അടിച്ച് സൂപ്പർ ഹിറ്റ് ാണ് അവരുടെ പാട്ടും സിനിമകളും ഉയർത്തുന്ന രാഷ്ട്രീയത്തെക്കാൾ അപ്പുറം അതിലെ വൈകൃതമായ സന്ദേശങ്ങൾ പുതുതലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. വേടൻ പ്രതിയായ കേസുകളിലും സിനിമാക്കാരെ സംശയനിഴലിൽ നിർത്തുന്ന ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും എന്താകും ഇനി സംഭവിക്കുക? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ഞാൻ കള്ളും കുടിക്കും കഞ്ചാവും വലിക്കും, എന്നിട്ട് ലഹരി ഉപയോഗിക്കരുതെന്ന് പിള്ളേരെ ഉപദേശിക്കുകയും ചെയ്യും. അതാണ് റാപ്പർ വേടൻ. എന്നിട്ട് ജാതിയുടെ പേരിൽ ഇരുവാദം മുഴക്കിയാൽ തീരാവുന്നതാണോ ആ ലഹരി കേസ്? കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടൻ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അയാളെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് അറിയില്ലെന്നും പരിപാടിക്കിടെ ആരാധകൻ സമ്മാനിച്ചതാണെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു. പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള രഞ്ജിത്ത് കുമ്പിടിയെ കേന്ദ്രീകരിച്ചും വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. വേടന്റെ ജാമ്യാപേക്ഷ മെയ് 2-ന് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്. ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും അറിയാമത്. മൃഗവേട്ട അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരെ ചുമത്തിയിട്ടുണ്ട്. വിവിധ കുറ്റങ്ങൾക്ക് 9 വർഷം വരെ തടവ് ലഭിക്കാം. പെരുമ്പാവൂർ കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിശദമായി മൊഴി രേഖപ്പെടുത്തി. തുടരന്വേഷണങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണമെന്ന വനം വകുപ്പിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം വേടനെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്ത ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുലിപ്പല്ല് മാലയിൽ ലോക്കറ്റാക്കി നിർമ്മിച്ചു നൽകിയ തൃശൂരിലെ ജ്വല്ലറിയിലും തെളിവെടുപ്പുണ്ടാകും. ചോദ്യം ചെയ്യലിനോട് വേടൻ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചോദ്യം ചെയ്യലുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അത് ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ അതും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്, വിയ്യൂരിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജ്വല്ലറിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ആരാധകൻ കൊടുത്തതാണ്. ഗിഫ്റ്റ് എന്ന് പറയുന്ന അറിഞ്ഞോ അറിയാതെ വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് ഒന്നും കൈവശം വെക്കാനായിട്ട് നിയമപരമായി അനുവദിക്കുന്നില്ല. ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടെയാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വേടനെ ഹാജരാക്കിയത്. ചെന്നൈയിലെ പരിപാടിക്കിടെയാണ് പുലിപ്പല്ല് സമ്മാനമായി ലഭിച്ചതെന്നും യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് വേടന്റെ മൊഴി. പുലിപ്പല്ല് നൽകിയ ആളിന്റെ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയമെന്നാണ് വേടൻ പറഞ്ഞത്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലീമയുമായി വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ. ലഹരി ഇടപാട് ഒന്നുമില്ലെന്നാണ് സിനിമാ താരങ്ങളുടെയും മോഡലിൻ്റെയും മൊഴി. പെൺവാണിഭ ഇടപാടുകൾക്കാണ് പണം കൈമാറിയെന്ന മൊഴികൾ ലഹരി കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള താരങ്ങളുടെ തന്ത്രമാണോ? ബിഗ് ബോസ് നേതാവ് ജിൻഡോയും സിനിമയിലെ നിർമ്മാതാക്കളുടെ സഹായി ജോഷിയും എക്സൈസിനോട് പറഞ്ഞതും തസ്ലീമയുമായി ലഹരി ഇടപാടുകൾ ഇല്ലെന്നാണ്. പ്രതി തസ്ലീമയും മോഡൽ സൗമ്യയും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനാണ് വിളിച്ചു വരുത്തിയത്. 10 മണിയോടെ സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായി ജോഷി എക്സൈസ് ഓഫീസിൽ ഹാജരായി. തസ്ലീമയുമായി 6 വർഷത്തെ പരിചയമുണ്ട്. ഇടയ്ക്ക് പണം നൽകിയിട്ടുമുണ്ട്.
എന്നാൽ അത് ലഹരി ഇടപാടുകൾക്കല്ലെന്ന് ജോഷി പറയുന്നു. ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. ഞാൻ അത്യാവശ്യം കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ടീന എനിക്ക് അറിയുള്ളൂ. തസ്ലിമ എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചപ്പോഴാണ് അറിയണം ഇങ്ങനെ. ക്രിസ്റ്റീന 6 വർഷമായിട്ട് ആള് പരിചയമുണ്ട് നമ്മളോട്. എങ്ങനെയാണ് പരിചയം? അല്ല, അതൊരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു കോർഡിനേറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മളൊന്നും. അതെ, നമ്മൾ കോർഡിനേറ്റർ. എന്ത് ജോലിയിലാണ് നിങ്ങൾ? ഒരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതിൽ വന്ന് പരിചയപ്പെട്ട. 3 മണിയോടെയാണ് ബിഗ് ബോസ് ജേതാവ് ജിൻഡോ ചോദ്യം ചെയ്യലിനെത്തിയത്. ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച കൂട്ടത്തിൽ തന്നെയും ചോദ്യം ചെയ്യാൻ വിളിച്ചതാണെന്ന് ജിൻഡോയുടെ ആദ്യ പ്രതികരണം. 10,000 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തുവന്ന ജിൻഡോ തസ്ലീമയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിച്ചു. തസ്ലീമയുടെ പിതാവ് മരിച്ച സമയത്ത് അവർക്ക് നാട്ടിലേക്ക് പോകാനാണ് പണം നൽകിയതെന്ന് ജിൻഡോ പറഞ്ഞു. വളരെ കുറച്ച് പണമിടപാടുകൾ മാത്രമേ തസ്ലീമയുമായി ഉണ്ടായിട്ടുള്ളൂ. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തസ്ലീമയെ അറിയാം, മറ്റിടപാടുകളില്ല. അവരെ 2-3 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം പുള്ളിയത്ത് ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺടാക്റ്റിലുള്ള ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോലും ഞാൻ പൈസ സെൻഡ് ചെയ്തത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആളുടെ അച്ഛന് സുഖമില്ല, കറക്റ്റ് തെളിവാട്ടോ. നിങ്ങൾ കേട്ടോ, ആളുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ട് കൊടുത്തു, ഒരു 8,000 രൂപ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബിഗ് ബോസ് വിജയിച്ച ആളാണ്. വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി, അതായത് സിനിമ ജീവിക്കാനല്ലടാ എന്റെ ആഗ്രഹം. എത്ര വർഷത്തെ ആഗ്രഹം ഉണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട്. അത്രയും നിങ്ങൾ ജനപ്രേക്ഷകര് കൊടുക്കണ ഒരു ബാഡ് ആയിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ. എനിക്ക് ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ സാധനത്തിന് നീ എവിടെ ആര് യൂസ് ചെയ്യാനാണോ ഞാൻ വിളിച്ചു പറയും. ഞാൻ പറഞ്ഞു തരണ്ട. അതെ, ഞാൻ 2 ട്രാൻസാക്ഷനുള്ളൂ. വരുമ്പോ ചോദിച്ചോ, അവര് പറയും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴ പൈങ്കുളത്തെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സക്കിടയിൽ ലഹരി കേസുകൾ പെടുകയോ ചികിത്സ പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ലെന്ന് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാർ പറഞ്ഞു. എന്നാൽ ചികിത്സയിലൂടെ ലഹരി വിമുക്തി നേടിയാൽ നിലവിലുള്ള കേസുകളിൽ ഇളവുകളുണ്ടാകും. NDPS ആക്ട് 64A പ്രകാരം സ്മോൾ ക്വാണ്ടിറ്റി മയക്കുമരുന്ന് കൈവശം വയ്ക്കുകയും കൺസപ്ഷന് വേണ്ടിയാണ് വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ, അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ട്രീറ്റ്മെന്റിന് വിധേയമായി കഴിഞ്ഞാൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്നും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നു. നിയമ നടപടികളിൽ നിന്നും പൂർണ്ണമായി അയാളെ ഒഴിവാക്കുന്നു. ട്രീറ്റ്മെന്റുമായിട്ട് സഹകരിക്കുമെന്ന് തന്നെയാണ് ഷൈൻ പറയുന്നത്. ട്രീറ്റ്മെന്റ് വേണം, ട്രീറ്റ്മെന്റ് എടുത്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രതി തസ്ലീമയും മോഡൽ സൗമ്യയും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾക്കാണ് അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട സിനിമ, ടെലിവിഷൻ രംഗത്തുള്ളവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇന്ന് ബിഗ് ബോസ് താരം ജിൻഡോയും പ്രൊഡക്ഷൻ രംഗത്തുനിന്നുള്ള ജോഷിയുമാണ് എക്സൈസ് ചോദ്യം ചെയ്തത്. എന്നാൽ ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇവരിൽ നിന്ന് ലഭ്യമായിട്ടില്ലെന്നാണ് സൂചന. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനം. സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദനം പതിവ്. ഒരു കുഞ്ഞുണ്ടായപ്പോൾ തന്റെ നിറമല്ലെന്ന് പറഞ്ഞുള്ള അധിക്ഷേപം. കണ്ണൂർ കേളൻ പീടികയിലെ സ്നേഹ 5 വർഷത്തോളം കുറേ സഹിച്ചതാണ്. ഒടുവിൽ 2 വരി കുറിപ്പെഴുതി യുവതിയുടെ ആത്മഹത്യ. തന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമാണെന്ന് കുറിപ്പെഴുതി തിങ്കളാഴ്ചയാണ് സ്നേഹ തൂങ്ങി മരിച്ചത്. മരണത്തിന് പിന്നാലെ ഭർത്താവ് ജിതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് സ്വന്തം വീട്ടിൽ സ്നേഹയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനും ഭർത്തു മാതാപിതാക്കൾക്കുമാണെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. കുട്ടിക്ക് തന്റെ നിറമില്ലെന്ന പേരിൽ ഭർത്താവ് ജിനീഷ് സ്നേഹയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പരാതിയിൽ ആരോപിച്ചത്. തുടർന്നാണ് ജിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം ഇയാളുടെ മാതാപിതാക്കളെയും കേസിൽ പ്രതി ചേർത്തേക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം.
2020 ജനുവരിയിലായിരുന്നു സ്നേഹയുടെയും ജിനീഷിന്റെയും വിവാഹം. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീധരത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നത് പതിവായിരുന്നുവെന്നും കുട്ടിയുണ്ടായിക്കഴിഞ്ഞപ്പോഴും ഉപദ്രവം തുടർന്നതായും യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ജിനീഷിന്റെ മാതാപിതാക്കളും സ്നേഹയെ ഉപദ്രവിച്ചിരുന്നു. പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും അനുരഞ്ജന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ലോറി ഡ്രൈവറാണ് ഭർത്താവ് ജിനീഷ്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 കണ്ണൂർ. ഏറെ പ്രമാദമായ തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിൽ എന്താകും പ്രതികൾക്കുള്ള ശിക്ഷ? ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 11 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതി നാളെ വിധിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് കൊലയാളികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. നാല് വർഷം മുൻപ് കേരളത്തെ നടുക്കിയതായിരുന്നു പോത്തൻകോട് സുധീഷ് വധം. ഗുണ്ടാപ്പകയായിരുന്നു അരിങ്കൊലയ്ക്ക് കാരണം. സുധീഷിന്റെ എതിർസംഘത്തിൽപ്പെട്ട 11 പേരാണ് 2021 ഡിസംബർ 11 നട്ടുച്ചയ്ക്ക് സുധീഷ് ഒളിവിൽ താമസിച്ചിരുന്ന വീട്ടിലെത്തി കൊലപ്പെടുത്തിയത്. 11 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. മുഖ്യപ്രതിയായ സുധീഷ് ഉണ്ണിയുമായി സുധീഷ് 2 മാസം മുൻപ് അടിയുണ്ടാക്കിയിരുന്നു. അതിന്റെ പകരം വീട്ടാനാണ് സുധീഷ് ഉണ്ണി ഗുണ്ടാ നേതാവായ ഒട്ടകം രാജേഷുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത്. നന്ദീഷ്, രഞ്ജിത്ത്, ശ്രീനാഥ്, സൂരജ്, അരുൺ, ജിഷ്ണു, സജിൻ എന്നിവരാണ് 1 മുതൽ 11 വരെ പ്രതികൾ. ആക്രമണം ഭയന്ന് നാടുവിട്ട സുധീഷ് പോത്തൻകോട്ടിനടുത്ത് കല്ലൂരിലെ പാണൻവിള കോളനിയിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. സുധീഷിന്റെ ബന്ധുവായ ഒരാൾ ഇക്കാര്യം ഒറ്റിയതോടെയാണ് എതിർസംഘം സ്ഥലമറിഞ്ഞതും ബൈക്കിലും ഓട്ടോയിലുമായെത്തി കൊല നടത്തിയതും. പ്രതികളായ 11 പേരെയും വിവിധയിടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP ആയിരുന്ന MK സുൽഫിക്കറിന്റെ നേതൃത്വത്തിൽ അന്വേഷിച്ച കേസിന്റെ വിചാരണ നെടുമങ്ങാട് പട്ടികജാതി വർഗ കോടതിയിലാണ് പൂർത്തിയായത്. ഒട്ടകം രാജേഷിനെ തിരഞ്ഞു പോകുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥനായ ബാലു വർക്കലയിൽ വള്ളം മറിഞ്ഞ് മരിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കാട്ടാക്കടയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖരന്റെ മുഖം മനസാക്ഷിയുള്ളവർക്ക് മറക്കാനാകില്ല. ക്ഷേത്രത്തിന്റെ മതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ 15-കാരനെ കൊലപ്പെടുത്തിയ കേസ്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി പക വീട്ടണമെങ്കിൽ പ്രതി പ്രിയരഞ്ജൻ അത്രയ്ക്കും കൊടും കുറ്റവാളിയാണ്. 2023 ഓഗസ്റ്റിൽ നടന്ന കൊലപാതകത്തിൽ പ്രതികൾക്കുള്ള ശിക്ഷയും കാത്തിരിക്കുകയാണ് ഒരു കുടുംബം. ആദിശേഖരനെ കാർഡെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി മെയ് 6 മാറ്റിയിട്ടുണ്ട്. പൂവച്ചൽ സ്വദേശിനികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ 15-കാരൻ ആദിശേഖരനെ പ്രിയരഞ്ജൻ മനഃപൂർവ്വം കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പൂവച്ചൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ 2023 ഓഗസ്റ്റ് 30 ആദിശേഖറിനെ സുഹൃത്തുക്കൾക്ക് മുൻപിൽ വെച്ചാണ് പ്രിയരഞ്ജൻ കാറിടിപ്പിച്ചത്. ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ സൈക്കിളിൽ കയറാൻ ശ്രമിക്കുകയായിരുന്ന കുട്ടിയെ കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനാണ് പ്രിയരഞ്ജനെതിരെ ആദ്യം കേസെടുത്തത്. കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ മൊഴിയും CCTV ദൃശ്യങ്ങളുമാണ് ആസൂത്രിത കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സംഭവത്തിനു ശേഷം കാർ ഉപേക്ഷിച്ച് കുടുംബവുമായി തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രിയരഞ്ജനെ കന്യാകുമാരി കുഴിത്തുറയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്ന് 12ാം ദിവസമായിരുന്നു അറസ്റ്റ്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണെന്നും അവരുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തപ്പോൾ സൈക്കിളിൽ ഇടിച്ചതാണെന്നുമാണ് പ്രിയരഞ്ജന്റെ വാദം. ന്യൂസ് 18 കാട്ടാക്കട. ഗുണ്ടകളും ക്രിമിനൽ സംഘങ്ങളും നാട്ടിൽ അഴിഞ്ഞാടുകയാണ്. ചെറിയ പ്രകോപനമുണ്ടായാൽ വടിവാളും മാരകായുധങ്ങളുമായെത്തി ആരെയും ആക്രമിക്കും. കൊല്ലം കൊട്ടിയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഗുണ്ട ആക്രമണം നടന്നത് പട്ടാപ്പകലാണ്.
വടിവാളുമായി എത്തിയ സംഘം ജീവനക്കാരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അക്രമികൾ സ്ഥാപനത്തിൽ നാശനഷ്ടം ഉണ്ടാക്കിയ ശേഷമാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ കൊട്ടിയം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൊട്ടിയത്ത് പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണിത്. കൊട്ടിയം സ്വദേശിയായ വിജിത്ത് സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തിരുന്നു. 1250 രൂപ ക്രമത്തിൽ തവണകളായി അടച്ചു വന്നിരുന്നത് മുടങ്ങിയപ്പോൾ സ്ഥാപനത്തിൽ നിന്നും വിളിച്ച് തുക അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇതാണ് പ്രകോപന കാരണമായതെന്ന് പോലീസ് പറയുന്നു. സ്ഥാപനത്തിലെത്തിയ വിജിത്ത്, സുഹൃത്ത് സുരേഷ് എന്നിവർ ജീവനക്കാരൻ അജിത്തുമായി വാക്കേറ്റവും കയ്യാങ്കളിയുമായി. മാരകായുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ജീവനക്കാരൻ അജിത്തിന്റെ കൈക്ക് പരിക്കേറ്റു. തടസ്സം പിടിക്കാനായി എത്തിയ വനിതാ ജീവനക്കാരിക്കും മർദ്ദനമേറ്റു. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിൽ കൊട്ടിയം പോലീസ് കേസെടുത്തു. അതേസമയം വിജിത്തിന്റെ ഭാര്യയുടെ പരാതിയിൽ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ജീവനക്കാർ വിളിച്ചപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും അസഭ്യം പറഞ്ഞുവെന്നുമാണ് പരാതി. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതിന് പിന്നിൽ ആരാണ്? പ്രതി നാരായണദാസിനെ അറസ്റ്റ് ചെയ്തതോടെ പോലീസിന് അന്വേഷണം എത്തി നിൽക്കുന്നത് ബന്ധുവായ യുവതിയിലേക്കാണ്. ഷീലയുടെ മരുമകളുടെ സഹോദരിയാണ് വീട്ടിലെത്തി ബാഗിലും സ്കൂട്ടറിലും വ്യാജ LST സ്റ്റാമ്പ് വെച്ചത്. നാരായണദാസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കാലടി സ്വദേശിനി ലിവിയ ജോസിനെ കേസിൽ രണ്ടാം പ്രതിയാക്കി. 2 വർഷം മുൻപ് ദുബായിലേക്ക് കടന്ന ലിവിയയെ തിരിച്ചെത്തിക്കാൻ അന്വേഷണ സംഘം നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയ ജോസാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ. കാലടി സ്വദേശി ലിവിയ ജോസിന് ഷീല സണ്ണിയോടുള്ള വൈരാഗ്യമാണ് വ്യാജ ലഹരി ബാഗിൽ വെക്കുന്നതിന് കാരണമായത്. വ്യാജ LST സ്റ്റാമ്പ് സംഘടിപ്പിച്ച് ഷീല സണ്ണിയുടെ സ്കൂട്ടറിലും വെച്ചത് ലിവിയ ജോസ് ആണെന്നും താനും ലിവിയയും സുഹൃത്തുക്കളാണെന്നും മുഖ്യപ്രതി നാരായണദാസ് മൊഴി നൽകി. ഇതിന് പിന്നാലെ കേസിൽ യുവതിയെ രണ്ടാം പ്രതിയാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായും കുടുംബപരമായും ഷീലയുമായി ലിവിയയ്ക്കും കുടുംബത്തിനും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഷീലയെ കുടുക്കാൻ തീരുമാനിച്ചത്. നാരായണദാസുമായി ചേർന്ന് ലിവിയ ബംഗളൂരുവിൽ നിന്നാണ് വ്യാജ LST സ്റ്റാമ്പ് എത്തിച്ചത്. സംഭവം നടക്കുന്ന 2023 ഏപ്രിൽ 27 തലേന്ന് ലിവിയ ഷീലയുടെ വീട്ടിലെത്തി. ബാഗിലും സ്കൂട്ടറിലും സ്റ്റാമ്പ് വെച്ചു. അന്ന് തന്നെ ഇരിങ്ങാലക്കുടയിലെ എക്സൈസ് ഉദ്യോഗസ്ഥനെയും കൊണ്ട് നാരായണദാസ് ചാലക്കുടിയിലെത്തി ഷീലയുടെ വരവും പോക്കും വിശദമാക്കി. തുടർന്നായിരുന്നു ബ്യൂട്ടി പാർലറിലെയും സ്കൂട്ടറിലെയും പരിശോധന. തൊട്ടടുത്ത ദിവസം 27-ന് ഷീലയെ എക്സൈസ് സംഘം പിടികൂടുമ്പോഴും ലിവിയയും നാരായണദാസും ചാലക്കുടിയിലുണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിന്റെ മറവിലായിരുന്നു ലഹരി വിൽപ്പനയെന്നും പാർലറിലെത്തുന്ന യുവതികളെയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും എക്സൈസ് വ്യക്തമാക്കിയിരുന്നു. സ്റ്റാമ്പുകൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കൃത്യമായ വിവരമാണ് ലഭിച്ചതെന്ന് എക്സൈസ് പറയുന്നു. ബാഗ് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ ചെറിയൊരറയിൽ 12 സ്റ്റാമ്പുകൾ കണ്ടു. ഇതോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തെന്നും സ്റ്റാമ്പുകൾ കാക്കനാട് റീജിയണൽ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചെന്നുമായിരുന്നു എക്സൈസ് വിശദീകരണം. പിടിച്ചെടുത്തത് വ്യാജലഹരിയാണെന്ന് തെളിഞ്ഞത് 72 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു. പിന്നീട് മാർച്ച് 7-ന് ഗൂഢാലോചന അന്വേഷണം കൊടുങ്ങല്ലൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തു. അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പായി ലിവിയ ദുബായിലേക്ക് കടന്നിരുന്നു. നാരായണദാസിന്റെ അറിവോടെയാണ് ലിവിയ രാജ്യം വിട്ടതെന്നാണ് സൂചന. ന്യൂസ് 18 തൃശൂർ. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതി മലയാള സിനിമയിൽ ഏറെ ചർച്ചയായതാണ്. പുരുഷാധിപത്യമുള്ള ഈ മേഖലയിൽ
ഒരു നിർമ്മാതാവിന് പോലും പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്കെതിരെയാണ് പോരാട്ടം നടത്തിയത്. ഒടുവിൽ സാന്ദ്രയുടെ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിർമ്മാതാവ് ആൻഡ്രോ ജോസഫാണ് ഒന്നാം പ്രതി. കേസിലാകെ 4 പ്രതികളാണുള്ളത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ അപമാനിക്കപ്പെട്ടുവെന്ന് കാട്ടി നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ അധിക്ഷേപ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡ്രോ ജോസഫ് ഒന്നാം പ്രതിയായും സെക്രട്ടറി ബി രാകേഷ് രണ്ടാം പ്രതിയായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനിൽ തോമസ്, ഔസേപ്പച്ചൻ, വാളക്കുഴി എന്നിവരെ 3-4 പ്രതികളാക്കിയുമാണ് കുറ്റപത്രം. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെയുള്ള സംസാരം, ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. കേസ് അട്ടിമറിക്കാനും തന്നെ സ്വാധീനിക്കാനും ഇല്ലായ്മ ചെയ്യാനും മലയാള സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും ശ്രമമുണ്ടായി എന്ന് സാന്ദ്ര തോമസ് ആരോപിക്കുന്നു. ഒരു കള്ളപ്പരാതിയാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉണ്ടായിരുന്നു. ഈ നിർമ്മാതാക്കൾ തന്നെ പലരോടും പറയുകയും അത് പലരും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് എല്ലാ മീഡിയയോടും വന്ന് പുറത്ത് വന്നിരുന്ന് എൻ്റെ വിഷമങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ഇതെല്ലാം ഉണ്ടായ കാര്യങ്ങളാണെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് അപ്രഖ്യാപിത വിലക്ക് സിനിമയിലുണ്ടെന്നാണ് സാന്ദ്ര തോമസിന്റെ നിലപാട്. ഞാൻ പോരാടുക തന്നെ ചെയ്യും. എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും, എത്രയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും, കൊല്ലാൻ ശ്രമിച്ചാൽ പോലും ഞാൻ അതിനെ അവസാന ശ്വാസം വരെയും ഞാൻ അതിനെ നേരിടും. ഞാൻ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടും. ഇവിടെ എത്രയോ ആളുകളെ പരസ്യമായി തന്നെ വിലക്കിയിരിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഞാൻ ഇപ്പോൾ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, അലിഖിത നിയമമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ വിലക്കുകളുണ്ട്. വിലക്കുകൾ മാത്രമല്ല, പല രീതിയിലും എന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ 15 വർഷം എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇനിയും നിൽക്കുക തന്നെ ചെയ്യും. 2024 ജൂണിലാണ് സാന്ദ്രയുടെ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറിയിരുന്നു. ഈ അന്വേഷണ സംഘമാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങളടക്കം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇതിനുശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ കുട്ടികൾക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും വീട് വിട്ടിറങ്ങുന്നവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ചും പ്രിയപ്പെട്ടവരെക്കുറിച്ചും ചിന്തിക്കാത്തത്? മക്കളെ കാണാതായാൽ അച്ഛനമ്മമാർ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങളും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. പാലക്കാട് ഷൊർണൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ നിസ്സാര പ്രശ്നത്തെ തുടർന്ന് നാടുവിട്ടതാണ്. പിന്നീട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 3 പേരെയും കണ്ടെത്തിയത്. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് നാടുവിട്ടതെന്നാണ് പെൺകുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 3 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ തിങ്കളാഴ്ച രാവിലെ മുതലാണ് കാണാതായത്. ദേശമംഗലത്തുള്ള സഹപാഠിയായ വിദ്യാർത്ഥിനിയെ കാണാനെന്ന് പറഞ്ഞ് ഇവർ വീടുകളിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. രാത്രിയായിട്ടും കാണാതായതോടെ ബന്ധുക്കൾ ഷൊർണൂർ, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. ഇവരുടെ അവസാന മൊബൈൽ ഫോൺ ലൊക്കേഷൻ കോയമ്പത്തൂരിലെ ഉക്കടമാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഷൊർണൂർ ഉള്ള കുട്ടിയുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് പോകുന്നതെന്ന് എഴുതിയ കത്ത് കണ്ടെത്തിയിരുന്നു. ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ടിക്കറ്റ് ചാർജ്, അവിടെ നിന്ന് പൂനെയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്, തുടർന്ന് മഹാരാഷ്ട്രയിലെ തന്നെ രഞ്ജൻഗാവ് എന്ന സ്ഥലത്തെത്തുന്നതുവരെയുള്ള കൃത്യമായ കാര്യങ്ങൾ ഇവ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് പൂനെയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ പോലീസും റെയിൽവേ സംരക്ഷണ സേനയും ടിക്കറ്റ് എക്സാമിനർമാരും പരിശോധിച്ചെങ്കിലും കുട്ടികളെ കണ്ടെത്താനായില്ല. തുടർന്ന് കുട്ടികൾ എഴുതിയ കത്ത് കൃത്യമായി പരിശോധിച്ചപ്പോൾ ചില സംശയങ്ങൾ SI EV സുഭാഷിന് തോന്നി. കുട്ടികൾ കൃത്യമായ റൂട്ട് എഴുതി വെച്ചത് അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനാണെന്ന് പോലീസ് ഉറപ്പിച്ചു. തുടർന്ന് കോയമ്പത്തൂരിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഇതിൽ ബംഗളൂരുവിലേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണം ആ വഴിക്ക് നീങ്ങി. ട്രെയിൻ എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കുട്ടികൾ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.
ന്യൂസ് 18 പട്ടാമ്പി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ പാകിസ്ഥാൻ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ഈ സമയം പാകിസ്ഥാൻ അനുകൂലമായി ഒരു വാക്ക് ശബ്ദിച്ചാൽ രാജ്യസ്നേഹമുള്ള ഒരാളും അത് കേട്ടിരിക്കില്ല. മംഗളൂരുവിൽ യുവാക്കൾ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ ഒരാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി. പിന്നീടുണ്ടായത് ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവുമാണ്. മംഗളൂരുവിന് സമീപമുള്ള ക്ഷേത്ര മൈതാനത്താണ് ക്രിക്കറ്റ് കളിക്കിടെ ആൾക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവം. ക്ഷേത്ര മൈതാനത്ത് പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയായിരുന്നു. കളിക്കിടെ സ്ഥലത്തെത്തിയ യുവാവും സച്ചിൻ എന്നയാളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. യുവാവ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചെന്ന് സച്ചിൻ വിളിച്ചു പറഞ്ഞതോടെ കളിക്കളത്തിലുണ്ടായിരുന്നവർ ഒന്നടങ്കം യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. കമ്പുകൊണ്ടടിച്ചും നിലത്തിട്ട് ചവിട്ടിയും ക്രൂരമായി മർദ്ദിച്ചു. വൈകിട്ട് 5 മണിയോടെ സ്ഥലത്തെത്തിയ പോലീസ് യുവാവിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് ക്രൂരമർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത് കണ്ടെത്തിയത്. തുടർന്ന് കുലശേഖരൻ സ്വദേശി ദീപക് കുമാർ എന്നയാളുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് 15 പേരെ അറസ്റ്റ് ചെയ്തു. On a rural road. He came to know that some foul play happened on the same day during one cricket tournament. There was an assault on that person in the cricket ground. He was attacked from the hand, legs and with the wooden logs during the scuffle, and a lot of injuries were there on the back and on the buttocks and on private parts, and these were primarily internal injuries which caused blood hemorrhage to him, and the subsequent shock led to his death. സംഭവം കർണാടക സർക്കാരും സ്ഥിരീകരിച്ചു. ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയാണ് ആൾക്കൂട്ടക്കൊല സ്ഥിരീകരിച്ചത്. മൊബൈൽ ടവർ വിവരങ്ങളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കർശന നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ മംഗളൂരു പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ ഹോംഗാർഡ് മർദ്ദിച്ച കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വെച്ചാണ് സംഭവം. കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് കാറിൽ പോകുമ്പോഴാണ് ഹോംഗാർഡ് മോഹനൻ നായർ KSU നേതാവ് സിജോ തോമസിനെ മർദ്ദിച്ചത്. ദൃശ്യങ്ങളടക്കം പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. രാവിലെ 11 മണിക്ക് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ചാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡ് മോഹനൻ നായർ KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സിജോ തോമസിനെ മർദ്ദിച്ചത്. കാറിൽ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. കാർ നിർത്താൻ ആവശ്യപ്പെട്ട ഹോംഗാർഡ് അസഭ്യം പറഞ്ഞ് ഓടിവന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നതിനിടെ ഫോൺ തട്ടിയെടുത്ത് എറിഞ്ഞുടിച്ചതായും സിജോ പറയുന്നു. എങ്ങോട്ടാളാ മോനെ ഞാൻ പറഞ്ഞു സാറ് നേരെ കൈ ഇങ്ങനെ കാണിക്കുകയും ചെയ്തു. എന്നിട്ട് എടുത്തോണ്ട് പോകും മോനെ എന്ന് പറഞ്ഞ് വീണ്ടും അസഭ്യം പറയുകയാണ് ഉണ്ടായത്. അതായത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി. എൻ്റെ മുഖം തിരിയുന്ന സമയത്ത് പുള്ളി ഓടി വന്ന് ഗ്ലാസ്സിൽ തട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തുറന്നു. ആ തുറന്ന സമയത്ത് ഒരു പ്രകോപനം ഇല്ലാതെ പുള്ളി എന്നെ ഇവിടെ തലയ്ക്ക് വെള്ളക്കെല്ലാം ഭയങ്കര രീതിയിൽ മർദ്ദിക്കുകയാണ്. എൻ്റെ ഫാമിലി ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. അവരും പറഞ്ഞ് അടിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ പത്തനംതിട്ടയിൽ വരിക KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറയുന്നത് എനിക്ക് അതിനെന്താ നിന്നെക്കാളിലും വലിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് എന്തോ കൊമ്പുണ്ടോ എന്ന് ചോദിച്ച് 2 അടി കൂടുതൽ അടിക്കുകയായിരുന്നു. എൻ്റെ ഇവിടെ വീണ്ടും അടിക്കുകയായിരുന്നു. ഇവിടെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ തന്നെ അടിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മാറിക്കൊടുത്തപ്പോൾ പുള്ളി എൻ്റെ തലയ്ക്ക് വീണ്ടും അടിച്ചു. ഗതാഗത നിയന്ത്രണത്തിനിടെ മോഹനൻ നായരുടെ കാലിൽ കാർ തട്ടിയതിലുള്ള പ്രകോപനമാണ് മർദ്ദനത്തിന് കാരണം. മർദ്ദന ദൃശ്യങ്ങളടക്കം വെഞ്ഞാറമൂട് പോലീസിൽ സിജോ തോമസ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ വിശദീകരണം.
കളിക്കൊണ്ടിരിച്ചിട്ടില്ലേ വണ്ടി വന്നപ്പോ ഞാൻ ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് കുന്നമംഗലത്തെ ലോഡ്ജിൽ നിന്നും MDMA പിടികൂടിയ കേസിൽ പോലീസിന്റെ അന്വേഷണം എത്തിയത് അങ്ങ് നോയിഡയിലെ ആഫ്രിക്കൻ മാർക്കറ്റിലാണ്. അവിടെ MDMAയുടെ കുക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി കേരളത്തിലും എത്തും. നൈജീരിയക്കാരനായ ഫ്രാങ്ക് ചിക്സിയാണ് MDMA ഉൽപ്പാദിപ്പിക്കുന്നതിലെ പ്രധാനി. കുന്നമംഗലം ലഹരി കേസിൽ നേരത്തെ പിടിയിലായ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഫ്രാങ്ക് ചിക്സിയെ തേടി നോയിഡിലെത്തിയ പോലീസ് സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. ജനുവരി 21-നാണ് കുന്നമംഗലത്തെ ലോഡ്ജിൽ നിന്ന് 227 ഗ്രാം MDMAയുമായി മുസമിൽ, അഭിനവ് എന്നിവർ പിടിയിലായത്. മുഹമ്മദ് ഷമീൽ എന്നയാളാണ് ലഹരി എത്തിച്ചു നൽകിയതെന്ന് ഇരുവരും മൊഴി നൽകി. തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിൽ നിന്നും ടാൻസാനിയൻ പൗരന്മാരായ ഡേവിഡ് എൻഡമി, ഹക്ക ഹറൂണ എന്നിവരെ പിടികൂടിയിരുന്നു. ഇവരുടെ പണമിടപാടുകളെ ചുവടുപിടിച്ചുള്ള അന്വേഷണമാണ് നൈജീരിയൻ സ്വദേശിയായ ഫ്രാങ്ക് ചിക്സയിലേക്ക് എത്തിച്ചത്. നോയിഡയിലെ ആഫ്രിക്കൻ മാർക്കറ്റിൽ നിന്നും ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. നോയിഡയിൽ പോയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുവന്ന പ്രതിയുടെ കയ്യിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളാണ്. പിന്നെ അതേപോലെ തന്നെ 3 ATM കാർഡ് ഉണ്ട്, 7 സിം കാർഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ഇയാളുടെ പേരുടെ അല്ല. ഇയാളുടെ കയ്യിൽ നിന്ന് സാധനം കിട്ടിയുകൊണ്ട് മാത്രമാണ് ഇയാളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടുന്നുള്ള കാര്യം പറയാൻ പറ്റും. ടാൻസാനിയൻ, നൈജീരിയനും മറ്റു രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ പഠനം ആവശ്യാർത്ഥം എന്ന് പറഞ്ഞു വരികയും ഇവിടെ മെഴ്സിഡീസ് ബെൻസ് പോലത്തെ കാറുകളിലൊക്കെയാണ് അവരുടെ പഠനാവശ്യാർത്ഥം പോകുന്നതും വരുന്നതൊക്കെ. മാസം തന്നെ ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്നു. പ്രതിയിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളും 7 സിം കാർഡുകളും 3 ATM കാർഡുകളും പിടിച്ചെടുത്തുവെന്നും സിമ്മുകൾ ഒന്നുപോലും സ്വന്തം പേരിലല്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു. നോയിഡയിൽ MDMA നിർമ്മാണ കേന്ദ്രമുണ്ടെന്നും ഇയാൾക്ക് നിർമ്മാണത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ബിരുദാനന്തര ബിരുദ പഠന ആവശ്യത്തിനെന്ന പേരിലാണ് ഇയാൾ നോയിഡയിൽ തങ്ങുന്നത്. എന്നാൽ ഫാർമസിസ്റ്റായി ജോലി നോക്കുകയാണെന്ന് പോലീസ് കണ്ടെത്തി. ബെൻസ് അടക്കമുള്ള ആഡംബര കാറുകൾ സ്വന്തമായുള്ള പ്രതി നോയിഡയിലെ ആഡംബര ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. മറ്റാളുകളുടെ പേരിലുള്ള 32 അക്കൗണ്ടുകളിലൂടെയാണ് ഇയാൾ ലഹരി ഇടപാടുകൾ നടത്തിവന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പണം കൈമാറ്റം നടന്നിരുന്ന ഈ അക്കൗണ്ടുകൾ പിന്തുടർന്നാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന മിടുക്കരായ കുറെ വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ തൊഴിൽ ചെയ്ത് വിദ്യാഭ്യാസത്തിനുള്ള തുക സമ്പാദിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും മാതൃകയാണ്. എന്നാൽ പഠനത്തോടൊപ്പം ലഹരി കച്ചവടം നടത്തുന്ന പിള്ളേരെക്കുറിച്ചും കേൾക്കാറുണ്ടല്ലേ? ലഹരി കേസിൽ ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് കൂടി നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ജയിൽവാസം മാത്രമല്ല, വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെടുമെന്ന് ഓർത്താൽ നല്ലത്. എറണാകുളം കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ പ്രതികളായ 4 വിദ്യാർത്ഥികളെയും കോളേജ് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റും നൽകില്ല. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത്. കോടതി അനുമതിയോടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു. വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞു വെക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉടനുണ്ടാകുമെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി. 1 മാസം മുൻപ് 4 വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും കഞ്ചാവുമായി പിടികൂടിയിരുന്നു. കളമശ്ശേരി പോലീസിനും ഡാൻസ് ആപ്പിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒരു മുറിയിൽ നിന്ന് മാത്രം 1.9 കിലോ കഞ്ചാവ് കണ്ടെത്തി. മറ്റൊരു മുറിയിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവും പിടികൂടിയിരുന്നു. പിന്നാലെ ആഭ്യന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊല്ലം സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്നാണ് 1.9 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ, കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്നാണ് 9 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്.
കഴിഞ്ഞ മാസം 13-നായിരുന്നു ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത്. കഞ്ചാവ് സൂക്ഷിക്കുക മാത്രമല്ല, വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കേരളത്തിലെ എല്ലാ മേഖലകളിലും ലഹരി വിൽപ്പന സംഘങ്ങൾ സജീവമാണ്. സ്കൂട്ടറിൽ കറങ്ങി നടന്നാണ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്. 500 രൂപ നൽകിയാൽ ഒരു ചെറിയ പാക്കറ്റ് കഞ്ചാവ് ലഭിക്കും. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് ഇടപാടുകൾ. മലപ്പുറം നിലമ്പൂരിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടപുറം സ്വദേശി അക്ബറാണ് പിടിയിലായത്. ചെറിയ പാക്കറ്റുകളിലാക്കി 500 രൂപ വീതം വില ഈടാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കൊണ്ടുവന്ന 120 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്നാണ് പിടികൂടിയത്. വടപ്പുറം സ്വദേശി ചെട്ടിയാറോടത്ത് അക്ബറിനെയാണ് SI TP മുസ്തഫ അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്ന് വടപ്പുറം പാലത്തിന് സമീപം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ചില്ലറ വിൽപ്പനക്കാർക്ക് കൈമാറാനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ചെറിയ പാക്കറ്റുകളിലാക്കി 500 രൂപ വീതം വില ഈടാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആശിഷ് അലി, T നെബിൻദാസ്, ജിയോ ജേക്കബ് എന്നിവരും പ്രതിയെ പിടിച്ച സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. ഒരു ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് കുഴൽപ്പണക്കടത്ത് വീണ്ടും സജീവമാവുകയാണ്. ബേക്കലിൽ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 1 കോടി രൂപ പിടികൂടി. കാറിൽ കൊണ്ടുപോകുകയായിരുന്ന പണം തൃക്കണ്ണാട് വെച്ചാണ് പോലീസ് പിടിച്ചെടുത്തത്. മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദറിൽ നിന്നാണ് 1 കോടി രൂപ കണ്ടെടുത്തത്. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചായിരുന്നു കുഴൽപ്പണക്കടത്ത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ വൻ കുഴൽപ്പണവേട്ട. കാറിൽ കൊണ്ടുപോവുകയായിരുന്ന 1,20,00,000 രൂപ തൃക്കണ്ണാട് വെച്ചാണ് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിന്റെ രഹസ്യ അറയിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൽ ഖാദറായിരുന്നു കാറിലുണ്ടായിരുന്നത്. മേൽപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ള പണമാണ് പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത് ആർക്കൊക്കെയെന്ന് പരിശോധിച്ചു വരികയാണ്. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ DYSP VV മനോജ്, ഇൻസ്പെക്ടർ KP ഷൈൻ, SIമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. നേരത്തെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ അനധികൃതമായ പണം പിടികൂടിയിട്ടുണ്ടെങ്കിലും വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയ തുക പിടികൂടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് വീണ്ടും വ്യാജ ബോംബ് ഭീഷണി. ജർമ്മൻ കോൺസുലേറ്റിലാണ് ഇമെയിൽ ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കൊട്ടാരക്കര ആറ്റുവാശ്ശേരിയിൽ ഇഷ്ടികക്കളത്തിൽ 62-കാരൻ മരിച്ച നിലയിൽ. വെണ്ടാർ മനക്കരക്കാവ് സ്വദേശി ശശാങ്കന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പുത്തൂർ പോലീസ്. അമേരിക്കയിൽ ഭാര്യയെയും മകനെയും വെടിവെച്ച് കൊന്ന ശേഷം ഇന്ത്യക്കാരനായ ടെക് സംരംഭകൻ ജീവനൊടുക്കി. കർണാടക മാണ്ഡ്യ സ്വദേശിയായ ഹർഷവർദ്ധനെയാണ് ഭാര്യ ശ്വേത പന്യത്തെയും 14 വയസ്സുള്ള മകനെയും വെടിവെച്ച് കൊന്ന ശേഷം സ്വയം നിറയൊഴിച്ച് മരിച്ചത്. ലഹരി സംഘങ്ങളും ക്രിമിനലുകളും അഴിഞ്ഞാടുമ്പോൾ നാട്ടുകാരെക്കാൾ ഭയക്കേണ്ടത് പോലീസും എക്സൈസുമാണ്. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കാക്കിയിട്ടവരെ പോലും പേടിയില്ലാത്ത അവസ്ഥയാണ്. കൊച്ചിയിലും കോഴിക്കോടും അതാണ് സംഭവിച്ചത്. കൊച്ചി ഇടപ്പള്ളിയിൽ ലഹരി വിൽപ്പനക്കാരൻ എക്സൈസ് സംഘത്തെ ആക്രമിച്ചു. കോട്ടയം ഇടക്കുന്നം സ്വദേശി അബു താഹിറാണ് എക്സൈസ് സംഘത്തെ ആക്രമിച്ചത്. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ പ്രതിയെ പിടിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെയും ആക്രമണമുണ്ടായി. പന്നിയങ്കര സ്റ്റേഷനിലെ ASI ബാബുവിന് പരിക്കേറ്റിട്ടുണ്ട്.
ഒരു പോലീസുകാരനെ മർദ്ദിച്ച കേസിൽ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. പ്രതി പയ്യാനക്കൽ സ്വദേശി അർജാസിനെ പിന്നീട് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തു. പോലീസുകാരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാർക്ക് ആര് സംരക്ഷണം നൽകും? ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.